അപ്പോഴേ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ വിഷുവിൻ്റെ എല്ലാ മംഗളാശംസകളും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നൽകുന്നു. അപ്പോൾ ഞാനിന്ന് വിഷുവായിട്ട് ഉണ്ടാക്കിയത് എന്താണെന്നറിയാമോ? ചെമ്മീൻ ബിരിയാണി. അത് വെറും ചെമ്മീനല്ല കേട്ടോ, ടൈഗർ പ്രോൺസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയേട്ടാ. അതാണ് ഇന്നത്തെ വിഷുവിൻ്റെ സ്പെഷ്യൽ കേട്ടോ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? ടൈഗർ പ്രോൺസ് ബിരിയാണി, അതായത് കാരച്ചെമ്മീൻ കൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ വിഷുവായിട്ട് കാരച്ചെമ്മീൻ കൊണ്ടുള്ള ബിരിയാണി ഞാൻ ഉണ്ടാക്കാൻ പോണത്. ചെമ്മീൻ കെട്ടിയെന്ന് പിടിച്ചാണ് കേട്ടോ. ഇതുണ്ട നല്ല സൈസ് കാരച്ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷാണ്. അപ്പോൾ നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏതാണ്ടും 1/2 കിലോനധികം ഉണ്ടാവും, 3/4 കിലോത്തോളം ഉണ്ടാവും കാരച്ചെമ്മീൻ കൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, വായോ. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായ റൈസ് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കിലോത്തോളം കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, കറാമ്പ്, ഏലക്ക, കുരുമുളക് എല്ലാം ഒരു 4-5 വീതം. പിന്നെ 2 ബേ ലീഫാണ്. ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച റൈസാണ്. അതൊരു 20 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നു. അതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കൈമ റൈസ് ആയതുകൊണ്ട് നോക്കി നിന്ന് ചോറ് കോരണം. വേവില്ലാത്ത അരിയാണ്, ടേസ്റ്റുള്ള അരിയുമാണ്. അതാണ് ഈ അരിയുടെ പ്രത്യേകത. ഇപ്പം നമ്മുടെ റൈസൊക്കെ ഒന്ന് ആയിട്ടാ. 90% ഇത് വേവ് റെഡിയായാൽ മതി. 10% നമ്മൾ ദം ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. ചോറൊക്കെ കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കാരച്ചെമ്മീനെല്ലാം ഞാൻ കഴുകി നീറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് രാകണം. മസാല വരട്ടാനുള്ളതാണ്. മസാല വരട്ടി മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെക്കണം. അപ്പോൾ 2-3 ഇതൊന്ന് രായി കൊടുക്കണം കേട്ടോ, എന്നാലേ ഇതിൽ മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് കാരണം ബിരിയാണിക്കായതുകൊണ്ടാണ് കേട്ടോ. ഇത് നിർത്തിപ്പൊരിക്കാനാണെങ്കിൽ നമ്മളിത് തലയൊക്കെ വെച്ച് വാലൊക്കെ വെച്ച് ഇറുക്കിൽ കുത്തിയൊക്കെയാണ് റെഡിയാക്കണം കേട്ടോ. അങ്ങനെയാണ് ഫ്രൈ ചെയ്യണത്. ഇത് അപ്പോൾ എല്ലാം ഇങ്ങനെ 2-3 ആയി കൊടുക്കാം, എന്നാലേ ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ, ഉപ്പൊക്കെ. അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ കഴുകി നീറ്റാക്കി വെച്ച് രാഗി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി മസാല വേണം, മാരിനേറ്റ് ചെയ്ത് വെക്കണം. അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, മീറ്റ് മസാല എന്നിവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ്, അതും കൂടി അങ്ങോട്ട് ആ നീരും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/2 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പൊരിക്കുന്നത്. അപ്പം നമ്മൾ ബിരിയാണി റെഡിയാക്കാൻ പോവാണ്. ആദ്യം ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്ക് അല്പം അണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് പോരാം.
അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ വറുത്ത് കോരി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം സവാള വറുത്ത് കോരാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സവാള വറുത്ത് കോരി മാറ്റി ആ എണ്ണയിലേക്ക് തന്നെ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ചെമ്മീനൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിതൊരു ശാലോ ഫ്രൈ ആണ് ചെയ്യണത്, അധികം മുരിച്ച് കളയണില്ല. ഇനി നമുക്ക് ഗ്രേവി കിടന്ന് റെഡി ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ. ഇത്ര മതി. ചെമ്മീൻ അധികം മുരിഞ്ഞാലേ റബ്ബർ പോലെ പോവും. ഈ ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ ഗ്രേവി റെഡിയാക്കാം. സവാളയാണ്, സവാള ഇട്ട് കൊടുക്കാം. ഒപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. തക്കാളി പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഗ്രേവിക്ക് ആവശ്യമായ. ഒന്നാട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്നായിട്ടുണ്ട് കേട്ടോ. പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി പൊടികൾ ആയ മസാലപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഗരം മസാല ഇവിടെ പൊടിച്ച മീറ്റ് മസാലയാണ്, അതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ വറുത്ത ചട്ടി തന്നെയാണ് ഇത് റെഡിയാക്കണത്. അപ്പോൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത ആ പൊടികളൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല, കാരണം ബിരിയാണിയുടെ കളറ് മാറിപ്പോവും. ഇവിടെ എല്ലാവർക്കും വെളുത്ത ബിരിയാണിയാണ് ഇഷ്ടം, അധികം ചുമന്ന കളറ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അല്പം മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് വറുത്തിരിക്കുന്ന ചെമ്മീനങ്ങാട് ഇട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ഇട്ട് കൊടുക്കാം.
നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. മസാലയൊക്കെ കിടന്ന് ചെമ്മീൻ ഒന്ന് റെഡി ആവട്ടെ. എന്നിട്ട് നമുക്ക് ചെമ്മീൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ചെമ്മീൻ ഗ്രേവിയിൽ ഇങ്ങനെ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് അധികമായി. ഇനി നമുക്ക് അല്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ചൂടുവെള്ളം വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അധികം ഞാൻ മൂടി വെച്ചിരുന്നു. ഇത്ര മതി. നമുക്കിനി ചോറിട്ട് കൊടുക്കാനുള്ളതാണ്. നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതി റൈസ് ഞാൻ ഇട്ടോ. ഇതിലേക്ക് അല്പം പൈനാപ്പിൾ എസൻസ് ആണ് ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള വറുത്തതാണ്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ബാക്കി റൈസ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ റൈസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള പൈനാപ്പിൾ എസൻസ് ആണ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മല്ലിയിലയാണ്. സവാള വറുത്തതാണ്. അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. മൂടി വെക്കാം. 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് എടുക്കാം. നമുക്ക് നമ്മുടെ ബിരിയാണി നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടാ. ചോറൊന്ന് ആദ്യം ഒന്ന് മീതെ മാറ്റി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചെമ്മീനാശാന്മാരൊക്കെ അടിയിലാണ് കിടക്കുന്നത്. അത് ഇത്തിരി ഇട്ട് കൊടുക്കാം. റൈസ് ഇടാം. അപ്പോൾ ഞാൻ ബിരിയാണി എടുത്ത് വെക്കുന്നില്ല. കാരണം ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കണതാണ്. അല്ലെങ്കിൽ ചൂട് പോകും. എല്ലാവർക്കും 2 ചെമ്മീൻ വെച്ചാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അച്ചാറുണ്ട്, സാലഡ് ഉണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ കഴിക്കാം. അപ്പോൾ പപ്പടം കാച്ചി കേട്ടോ.
അപ്പോൾ ഒരു പപ്പടം എടുത്ത് വെക്കാം. പിന്നെ എൻ്റെ പൊന്നച്ചാറ് തീർന്ന് ലാസ്റ്റ് കുപ്പിയൊക്കെ അടിച്ച് കൂട്ടിയതാണിത്, അതല്പം എടുക്കാം. പിന്നെ സാലഡാണ്. സാലഡ് ഇത് ഉപ്പും വിനാഗിരി ഇട്ട് സവാള അങ്ങാട് നന്നായിട്ട് തിരുമ്മിയതാണ്, അതാണ് കേട്ടോ. അപ്പം ഞാൻ ചെമ്മീൻ ബിരിയാണി നോക്കട്ടെ. ചെമ്മീൻ ഇങ്ങനെ ഇങ്ങനെ 2 ചെമ്മീൻ വെച്ചാണ് ഓരോരുത്തർക്ക് എടുത്തേക്കണേ കേട്ടോ. കണ്ട, ഇതാണ് ചെമ്മീൻ. ഒരു നല്ല ചൂടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ചെമ്മീനെ ഇത്ര തിന്ന് നോക്കട്ടെ. അടിപൊളിയാ. വൈകിട്ടത്തും കൂടിയാണ് വെച്ചേക്കണത്. വൈകിട്ട് ചിലപ്പോൾ ചെമ്മീനും കാണുമെന്ന് തോന്നണില്ല കേട്ടാ. റൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ മിക്കവാറും. അത് തീരുമെന്ന് തോന്നുന്നു. സാലഡ്, പപ്പടം ഇത്തിരി എടുക്കട്ടെ. പൊളിയാ പൊളി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിഷു സ്പെഷ്യൽ ഇതാണ്, ചെമ്മീൻ ബിരിയാണി അഥവാ ടൈഗർ പ്രോൺസ് ബിരിയാണി. നിങ്ങളെല്ലാവരും കഴിച്ചോ? വിഷുവിന് നിങ്ങൾ എന്തൊക്കെയാണ് മീനിറച്ചിയൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.